ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് വാലന്റൈൻസ് ഡേ ആഫ്റ്റർ മാരേജ്. അപ്പോൾ അതിൻ്റെ ഒരു ഡേ നമുക്ക് സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പരിപാടി സെറ്റ് ചെയ്തു. കണ്ടോ, എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനം ഞാൻ ഇവിടെ തന്നുകൊണ്ട് ഞാൻ കഴിച്ചു. ഇങ്ങനെ വേണം കഴിക്കാൻ. അപ്പൊ ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്ക് യു. താങ്ക് യു. അതെ, എവിടെ, എന്താ പരിപാടി? കാൻഡിൽ ലൈറ്റ് ഡിന്നറിന് വന്നാണോ? ഡേറ്റിനോ? എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ സർപ്രൈസ്? കൊള്ളാം, നല്ലായിരുന്നു. പക്ഷെ ഇന്നായതുകൊണ്ട് അറിയാം ഇതൊക്കെ ആയിരിക്കും പരിപാടി. നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്ത് വന്നോണ്ട് അതെ എക്സ്പെക്ട് ചെയ്തോ? ചെയ്തില്ല. ഇന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നല്ലേ. അപ്പൊ നമ്മ ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. അപ്പൊ വാലന്റൈൻസ് ഡേ ആയിട്ട് നമ്മളൊരു കാൻഡിൽ ലൈറ്റ് ഡിന്നറിന് വന്നിട്ടുണ്ട് അല്ലേ? അത് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? നല്ല ആംബിയൻസ് അല്ലേ? ഒരു സമാധാനം ഉണ്ട്. എപ്പോഴും നമ്മൾ പബ്ബ് പാർട്ടിക്ക് പോയി ഇപ്പൊ ഒരു സമാധാനമായിട്ട് ഒരു കൂൾ ആംബിയൻസിൽ ഒരു ഡിന്നർ കഴിക്കുമ്പോ നല്ല ഒരു ഫീൽ അല്ലേ? ടേബിളൊക്കെ നല്ലോണം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്. അപ്പൊ അതാണ് ഇന്നത്തെ നമ്മുടെ പ്ലാൻ. കാൻഡിൽ ലൈറ്റ് ഡിന്നർ ആണ് അല്ലേ? മെനു ഒക്കെ വന്നിട്ടുണ്ട്. ഏതാണ് ഓർഡർ ചെയ്യേണ്ടത്? കോണ്ടിനെന്റൽ ഇന്ത്യൻ ഓക്കെ, അതാണ് സംഭവം. നല്ല രസമുണ്ട്. എന്നെ കാണിക്കുക നല്ലൊരു ഫീൽ ഉണ്ടാവും. ഇതാണ് ഞാൻ. ഹലോ മിസ്റ്റർ ഹസ്ബൻഡ്. മിസ്റ്റർ ഹസ്ബൻഡ്, എന്താ, എങ്ങനെയുണ്ട് കാൻഡിൽ ലൈറ്റ് ഡിന്നർ? കാൻഡിൽ ലൈറ്റ് ഡിന്നർ നന്നായിട്ട്. ഞാൻ ഈ ജ്യൂസ് ഒന്ന് കുടിക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് നോക്കാവേ. കൊള്ളാം. ഒരു വെൽക്കം ഡ്രിങ്ക്. ഇത് ആൽക്കഹോൾ അല്ല കേട്ടോ, നോൺ ആൽക്കഹോളിക് ആണ്. നല്ല ഡ്രിങ്ക്. ബലൂണൊക്കെ ഉണ്ട്, റോസ് ഉണ്ട്, കാൻഡിൽ ഉണ്ട്. ഈ കാൻഡിൽ ഇതുപോലത്തെ കാൻഡിൽ അല്ലേ ദീപാവലിക്ക് നമ്മൾ കത്തിച്ചത്? അത് വെള്ളത്തിലിറക്കാൻ പറ്റുമായിരുന്നോ? ഫുഡിന്റെ മെനു ഉണ്ട്, വെള്ളത്തിൽ എങ്ങനെ വെക്കാൻ പറ്റും. ഫുഡ് മെനു ഉണ്ട്, ഫുഡ് നമ്മൾ ഓർഡർ ചെയ്യണം. ഇതാണ് എന്റെ പേര്, അജിത്താണോ ഇതെല്ലാം സെറ്റ് ചെയ്തത്? അജിത്ത്. അതാ ഒരു പാരിസ് ഉണ്ട് ക്ലോക്ക്. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ലൈവ് മ്യൂസിക്കും കൂടെ പോകുന്നുണ്ട്. അവിടെ മ്യൂസിക് വന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ ആംബിയൻസ്. നല്ല രസമുണ്ടല്ലേ? നമ്മള് സാധാരണ എപ്പോഴും പാർട്ടിക്കല്ലേ പോകുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ആംബിയൻസിൽ വന്ന് ഇരിക്കാൻ ഒരു ഫീൽ ഉണ്ട്. ജയന്തിന് ഇതുപോലെയൊക്കെ ഇഷ്ടം എന്ന് പറഞ്ഞ കാമായിട്ട് പോയിരുന്ന് നല്ല സമാധാനമായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറെ ദിവസമായിട്ട് നമ്മൾ റഷ് ആയതുകൊണ്ട്, കല്യാണമൊക്കെ ആയിട്ട് റഷ് ആയതുകൊണ്ട് ഒരു കൂളായിട്ട് ഒരു ആംബിയൻസിൽ ഇരിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. അതൊരു നല്ലൊരു സെറ്റ് ആയിട്ട് അപ്പൊ ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്ക് യു. ഓക്കെ, ഓർഡർ ചെയ്തേക്കുന്നത് നമ്മളെന്താ ഓർഡർ ചെയ്തോ? മിസ്റ്റർ ഹസ്ബൻഡ് ഓർഡർ ചെയ്തേക്കുന്നത് കോണ്ടിനെന്റൽ ക്യൂസിൻ ആണ് ഞാൻ ഇന്ന് ഓർഡർ ചെയ്തത്. നീ ഓർഡർ ചെയ്തത് ചൈനീസ് ആണ്. ചൈനീസിന്റെ സ്റ്റാർട്ടർ എന്തോ സൂപ്പ് വന്നിട്ടുണ്ട്. ഇതിന്റെ രണ്ടുപേർക്കും സൂപ്പാണ്. അപ്പൊ ഇത് സൂപ്പിന്റെ പേരെന്താന്ന് എനിക്ക് അതിൽ മറ്റേ മെനുവിലുണ്ടായിരുന്നോ? മെനു കാർഡ് അവർ കൊണ്ടുപോയി. യെസ്. അപ്പൊ എന്തോ ഒരു സൂപ്പാണ്, നമുക്ക് കുടിച്ചു നോക്കാം. ഇവിടെ ചൈനീസ് ആണ്. വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു ചിക്കൻ കറി പോലെ ഉണ്ട് കാണാൻ. അതെ, അതുപോലെ തന്നെ ഉണ്ട്. ഞാൻ കോണ്ടിനെന്റലാണ് ഇന്ന്. കോണ്ടിനെന്റൽ ചിക്കനാണ് ഫുള്ള് നമ്മൾ ആഡ് ചെയ്യാൻ പറഞ്ഞത്. കുടിച്ചു നോക്കട്ടെ. ടേസ്റ്റ് ഉണ്ട്. നമ്മളെ ചിക്കൻ കറി, എക്സാക്ട് ചിക്കൻ കറി ആണോ? ഇതിന്റെ കുറച്ച് തിൻ വേർഷൻ, തിക്കല്ലാത്ത വേർഷൻ. എന്തോ ഉണ്ട്. നിന്റെ വേറെ അല്ലേ? എന്റെ വേറെയാ. വേണോ ടേസ്റ്റ്? എന്റെ നല്ല എന്താന്ന് മനസ്സിലായിട്ടില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. നെക്സ്റ്റ് ഐറ്റത്തിന്റെ പേര് ഞാൻ പറയാം. നമ്മുടെ നെക്സ്റ്റ് ഐറ്റം വന്നിട്ടുണ്ട് കോണ്ടിനെന്റൽ ഡിഷ് ആൻഡ് ചൈനീസിൽ വന്നിട്ടുണ്ട്. കോണ്ടിനെന്റൽ എന്താണെന്ന് പറയുക, മെമ്മറബിൾ ടാക്കോസ് കോൺ വെർഡുവ. അതാണ് ഈ സാധനം.
ടാക്കോസ്. പാനിപ്പൂരി പോലെയാണോ? ആ പാനിപ്പൂരി പോലെ ഉണ്ട്, എന്താ സംഭവം എന്നറിയില്ല. പിന്നെ ചൈനീസിൽ വന്നേക്കുന്നത് ലവ് ബേർഡ്സ്. പപ്പടത്തിന്റെ അകത്ത് ഒരു പപ്പടം ഫ്ലോർ പോലെ ആക്കിയിട്ട് അതിലെന്തോ ചിക്കനൊക്കെ വെച്ച പോലെ. ഇതുപോലെ വെറൈറ്റി ഫുഡൊക്കെ നമ്മൾ ട്രൈ ചെയ്യണം, എന്നാലേ നമുക്ക് അതിന്റെ ഒരു നമ്മുടെ ഇന്ത്യൻ ഫുഡിന്റെ ഒരു ഫീല് മനസ്സിലാവും. ചൈനീസിൽ എന്തോന്ന് വന്നിട്ടുണ്ട്. ചൈനീസിൽ എന്താണെന്നറിയോ? ലവ് ബേർഡ്സ്, കൂസോ ഡി ഫ്രിട്ടോ, ബോണ്ട് ഗാർലിക് പനീർ. അതാണ് ഗാർലിക് പനീറാണ് അത്. പനീർ നീ ഫുള്ള് വെജാണ്. ഒരു നോണുണ്ട്. നോണുണ്ടോ? ഓക്കെ, നിനക്ക് നോണുണ്ട്, ചിക്കൻ ഉണ്ട്. ഓക്കെ, നമുക്ക് എന്നാൽ ഇത് കഴിച്ചു നോക്കാം. ഇത് എങ്ങനെ കഴിക്കേണ്ടതെന്ന് അറിയില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് എന്തായാലും ഇതൊക്കെ യൂസ് ചെയ്ത് കഴിച്ചു നോക്കാം. സ്പൂൺ എവിടെ ഉണ്ടോ? ഇതിങ്ങനെ പൊളിക്കുക, അത്രേ ഉള്ളൂ. സിമ്പിൾ. ഇതാ ഫ്ലവർ പോലെ വന്നു, ഷോയിങ് ഫ്ലവർ പോലെ വന്നു കേട്ടോ. എന്നിട്ട് ഒരു സാധനം ഇങ്ങനെ എടുക്കുക. ഇതെന്താ? എന്തോ ഉണ്ട്. ടാക്കോസ്. ഇത് ടാക്കോസ് ആണ്. ഇതിന്റെ മുകളിൽ ഫുള്ളും വെജിറ്റബിൾസും കുറച്ച് ഫ്രൂട്ട്സും പാനിപ്പൂരിലുള്ള സാധനമാണ്. നല്ലതാ, കഴിച്ചോക്കെ. സ്വന്തം പ്ലേറ്റിലുണ്ടെങ്കിലും അപ്പുറത്തവന്റെ പ്ലേറ്റ് കൈയിട്ടടിക്കുന്ന ഒരു സുഖം വേറെ. ഇത് ഞാൻ എവിടെയോ ഇത് കഴിച്ച പോലെ ഞാൻ ഓർക്കുന്നുണ്ട് ഈ സാധനം. എവിടെ കഴിച്ചത് നമ്മളെ? ഇതേപോലത്തെ വെജീസ് ഇട്ടിട്ട് ഒരു പാനിപ്പൂരിന്റെ വേറൊരു സാധനത്തിന്റെ ഒരു ടേസ്റ്റ്. എന്താ കുറെ പൂരികളില്ല അതില്. അതെ, കുഴപ്പമില്ല. ഓക്കെയാണ്. നമുക്കിനി അതും കൂടെ കഴിച്ചു നോക്കാം. ചൈനീസിന്റെ പനീർ, ഗാർലിക് ടിക്ക പനീർ എന്തോ. കഴിച്ചോക്ക്. ഇതാ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാ നീ ഇത് തിന്നണ്ട, വെച്ചോ. ടിഷ്യൂ കിട്ടുന്നില്ലല്ലോ. ഇതാ നല്ലത്. ഗാർലിക് ടിക്ക പനീറാണ് നല്ലത് കഴിക്കാൻ. സോ ടേസ്റ്റി. ടിഷ്യൂ കുറച്ച് വലുതാ. അവിടെ നല്ല രസമാ. ഇത് അത്ര ടേസ്റ്റ് ഇല്ല, പക്ഷേ ചുമ്മാ ടച്ചിങ്സ് ഇത് ടച്ചിങ്സ് ആക്കാൻ പറ്റും ഈ സാധനം. ഇതാണ് മെയിൻ. ചിക്കൻ പോലെ തന്നെ പനീർ. പക്ഷെ പനീറിന്റെ ടേസ്റ്റ് അല്ല. പനീറിന്റെ ടേസ്റ്റിനെക്കാളും നോർമലി നമ്മൾ കഴിക്കുന്ന പനീറിന്റെ ടേസ്റ്റിനെക്കാളും നല്ല ടേസ്റ്റ്. കൊള്ളാം. ഇതൊരു നല്ല ഐറ്റം കേട്ടോ. നമ്മുടെ ഫുഡ് വന്നു. ഇതേതാ? ഫ്രൈഡ് റൈസ് ചിക്കൻ എന്തോ ആണ്. ഓക്കെ, ഒരു ചൈനീസ് ഡിഷാണ്. എങ്ങനെയുണ്ട്? ലുക്കിന്റെ അത്ര ടേസ്റ്റ് ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഞാൻ എൻ്റെ ഡിഷ് ഒന്ന് കഴിച്ചു നോക്കട്ടെ. എന്താ ചപ്പ് എന്ന് വെച്ചാൽ കഴിച്ച് തീർക്ക്. എന്താ ഇത്? ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. നീ കഴിച്ചില്ലല്ലോ. ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് വന്നതില് എനിക്കതിൽ ചിക്കൻ മാത്രമേ കഴിക്കാൻ പറ്റിയിട്ടുള്ളൂ. അത് മാത്രം കഴിച്ചു. ഇത് എനിക്ക് ഇഷ്ടമില്ല. ഈ പാസ്ത എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. ഇവള് റൈസ് അങ്ങനെ വെച്ചിട്ടുണ്ട്, ചിക്കൻ അങ്ങനെ കുറച്ച് കഴിച്ചിട്ടുണ്ട്. എന്നാ പാസ്ത കഴിച്ചു. വയറ് ഫില്ലാവുന്നു. എനിക്കും വയറ് ഫില്ലാവുന്നു. ഞാൻ ചിക്കൻ കുറെ കഴിച്ചില്ല അതില്. പിന്നെ ആദ്യം സൂപ്പ് കുടിച്ചു, ജ്യൂസ് കുടിച്ചു. സൂപ്പ്, സ്റ്റാർട്ടർ ഇതൊക്കെ ആകുമ്പോൾ കുറേ ആയി. അതുകൊണ്ടാണ് നമുക്ക് വയറ് ഫില്ലായത്. ഇനി ഒരു ഡെസേർട്ടും കൂടെ ഉണ്ട്. ഒരു ഡെസേർട്ടും നിനക്കൊരു രണ്ടും വേറെ ഡെസേർട്ടാ. നിനക്കുണ്ട്, ഒരെണ്ണം ഉണ്ട്. അതൊന്നും കൂടെ ഉണ്ട്. അത് ഒന്നും കൂടെ വന്നാൽ നമ്മളെ എല്ലാം കംപ്ലീറ്റ് ആവും. അതും കൂടെ എടുക്കാൻ പറയാം ഇപ്പൊ തന്നെ. കണ്ടോ, എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനം ഞാൻ ഇവിടെ തന്നോണ്ട് ഞാൻ കഴിച്ചു. ഇങ്ങനെ വേണം കഴിക്കാൻ. എങ്ങനെ വേണം കുഞ്ഞു പിള്ളേരെ ഫുഡ് ഡെസേർട്ട് എടുക്കാൻ പറഞ്ഞു. നല്ലതാണെ അത് കഴിക്കാലോ, ഇഷ്ടമുണ്ടെങ്കിൽ. ഇത് തന്നെ കുറച്ചുകൂടെ കഴിച്ചിട്ട് ഇത് മതി മതിയെന്ന് തോന്നുന്നു. ഡെസേർട്ട് പറഞ്ഞു, അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. ഡെസേർട്ടും വന്നു. എനിക്ക് എന്റെ കോണ്ടിനെന്റൽ ഡെസേർട്ട് എന്താണെന്നറിയോ? ബ്രൗണി വിത്ത് ഐസ്ക്രീം, ബ്രൗണി വാട്ടർമെലൺ.
നിന്റെ എന്താണെന്നറിയോ? എന്തോ കാരമൽ പുഡിംഗ് ആണെന്ന് തോന്നുന്നു. Caramel pudding ആ? കാരമൽ പുഡിംഗ് ആണോ? ആണോ? കണ്ടിട്ട് എങ്ങനെയാ തോന്നുന്നു. ഓക്കെ, നമുക്ക് നോക്കാം അത്. ഫസ്റ്റ് നിന്റെ നോക്കാവേ. ആണോ? എന്റെ ആണോ? നീ ബ്രൗണി കഴിക്കില്ലല്ലോ അതെ. പക്ഷെ ഇത് കണ്ടിട്ടൊരു ഇത് വാട്ടർമെലൺ മിക്സ് ചെയ്യണോ തോന്നുന്നു നമ്മള്. ഇത് വാട്ടർ മെലനാ. അത് വാട്ടർ മെലൻ അതിൽ മിക്സ് ചെയ്യണമെന്നൊന്നുമില്ല. വേണം എന്നാലേ ഫീൽ. അയ്യോ പോയി വാട്ടർമെലൺ പോയി. അയ്യോ പൊളിക്കും ഒളിന്നാണ്. കിട്ടി 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 കിട്ടി. വാവ്, എന്ത് 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 പ്രശ്നം എന്തോ? ഏതിലൊന്നും ഭയങ്കര ഐസ് കട്ടയുണ്ട്. ആ വാട്ടർമെലൺ ഐസ് മറ്റേ ഫ്രീസറിന് എടുത്തോ തോന്നുന്നു. ഓ നല്ല രസമുണ്ട്. ആണോ? ഷുഗർ അടിച്ച് കയറ്റല്ലേ? അതെ, ഇന്നും കൂടെ ഉണ്ടാവുള്ളൂ അല്ലേ? അതെ, നാളെ തൊട്ട് ഷുഗർ കട്ടാ നമ്മള്. ഇന്നത്തോടെ തീർത്തോ. അങ്ങ് അറമാദിച്ചിട്ടെ. എന്താ മതി, ഇതേ പോസ്റ്റിലാണല്ലോ കുറെ നേരമായിട്ട്. അപ്പൊ നമ്മുടെ ക്യാൻഡിൽ ഡിന്നർ കഴിഞ്ഞിരിക്കുന്നു. തണുക്കുന്ന AC കൂടുതലാ. നമ്മുടെ ക്യാൻഡിൽ ഡിന്നർ കഴിഞ്ഞിരിക്കുന്നു അല്ലേ? ഡിന്നർ എല്ലാം കഴിഞ്ഞു. നമ്മള് തിരിച്ച് പോവാണ്, ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പൊ നമ്മള് ജസ്റ്റ് ഇവിടുന്ന് മാക്സിമം പറ്റാവുന്നതെല്ലാം കഴിച്ചിട്ടുണ്ട്. അത്ര മതിയാ, വയറ് ഫുള്ളായി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സ്പേസിൽ നിന്ന് നമ്മള് ഫ്ലാറ്റിലേക്ക് പോവാണ്. അപ്പൊ പോവല്ലേ? അപ്പോ ഇനി എന്താ പരിപാടി? ഇനി പരിപാടിയൊന്നുമില്ല. ഫ്ലാറ്റിൽ പോകുന്നത്, കുറച്ച് റെസ്റ്റ് എടുക്കുന്നത്, കിടന്ന് ഉറങ്ങുന്നത്. നമ്മള് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ആണല്ലോ. നമ്മള് നാട്ടിൽ നിന്ന് വന്നതിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ അതൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്നത്, എന്നിട്ട് കിടന്ന് ഉറങ്ങുന്നത്. അങ്ങനെ അപ്പൊ അത്രേ ഉള്ളൂ, പരിപാടി തീർന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ? ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് വാലന്റൈൻസ് ഡേ ആഫ്റ്റർ മാരേജ്. അപ്പോൾ അതിൻ്റെ ഒരു ഡേ നമുക്ക് സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പരിപാടി സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ഗൈസ്.